പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോംബോ ആയിട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റുകളാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാമേ. പിന്നെ ഇപ്പോൾ പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഈ പ്ലാന്റ്സുകളെല്ലാം നമ്മൾ കാറ്റലോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിലെല്ലാ പ്ലാന്റ്സിൻ്റെ വിലയും ഫോട്ടോകളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട പ്ലാന്റ്സുകൾ നോക്കി സെലക്ട് ചെയ്യുക, കാർട്ട് ആഡ് ചെയ്യുക, സെൻഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി അങ്ങനെ കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തന്നേക്കാമേ. അപ്പോൾ നമുക്കിന്ന് വേഗത്തിൽ തന്നെ ഇന്നത്തെ പ്ലാന്റ്സുകളൊക്കെ വേഗം കണ്ടുപോകാമേ. നമുക്ക് സ്റ്റോക്കുള്ള സിങ്കോണിയം വെറൈറ്റി ഇപ്പം ഇത് മാത്രമേ സ്റ്റോക്കുള്ളൂ കേട്ടോ. നമ്മൾ ഒത്തിരി വെറൈറ്റികളൊക്കെ കൊണ്ടുവരാറുണ്ട്, പക്ഷെ ഇപ്പം ഇത് മാത്രമേ സ്റ്റോക്കുള്ളൂ. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണേ. ഇങ്ങനെ ഫുൾ പോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടോ, ഒരു 2 പോട്ട് ചെറിയ നെറ്റ് പോട്ടുകൾ പോലെ അതിലാണ് വരുന്നേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വരാറുള്ള മൂൺഷൈൻ ഇപ്പോൾ ഈ പ്രാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റികളാണ് കേട്ടോ. മൂൺഷൈൻ നല്ല ഭംഗിയിൽ ഫിലാഡൻഡ്രോണിൻ്റെ വെറൈറ്റി ആണല്ലോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളായതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുമാണ്. പിന്നെ നമുക്ക് അലൊക്കേഷ്യ വെറൈറ്റികൾ 2 വെറൈറ്റികളാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇത് അലൊക്കേഷ്യ ഡ്രാഗൺ സ്കെയിലും അലൊക്കേഷ്യ പോളി. ഇത് ഒരു പോട്ടിൽ 2 പ്ലാന്റുകളാണ്. ഇത് ഒരു പോട്ടിൽ കുറേ ഉണ്ട് കേട്ടോ. പ്ലാന്റുകളായിട്ടല്ല, ഇതിൻ്റെ ഷൂട്ടുകളായിട്ടാണ് വരുന്നത്. 3, 4, 5 ഷൂട്ടുകളൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഫുൾ പോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാമേ. പിന്നെ നമുക്ക് ഉള്ളത് നമ്മുടെ സാൻസവേരിയ വെറൈറ്റി. ഇത് മാത്രമാണ് കേട്ടോ സ്റ്റോക്കുള്ളൂ. നമ്മുടെ മിക്കാഡോ ആണ് സ്റ്റോക്ക് ഉള്ളത്. നല്ല ഭംഗിയിൽ ഒരു പോട്ടിൽ 3, 4 പ്ലാന്റുകളൊക്കെ വീതമായിട്ടുള്ളതാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വേരുകളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെ സെലക്ട് ചെയ്യാമേ. പിന്നെ നമുക്ക് പെഡിലാന്തസ് ഈ ഫുൾ പോട്ട് വരുന്നുണ്ട്. പെഡിലാന്തസിൻ്റെ വേരിഗേറ്റഡ് വെറൈറ്റിയും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇത് വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇത് രണ്ടും ഇങ്ങനെ ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനാണ്. ഒരു പോട്ടിൽ ഇതിൽ ഒരു 7 എണ്ണവും ഇതിൽ ഒരു 5 സ്റ്റെമ്മും ആയിരിക്കും കേട്ടോ. ഓരോ സ്റ്റെം വെച്ചിട്ടാണ് പ്രൊപ്പഗേഷൻ. ഇത് പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും, സ്റ്റെമ്മ് കട്ട് ചെയ്ത് വേര് പിടിപ്പിക്കാനും പറ്റും കേട്ടോ. പിന്നെ CC പ്ലാന്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇത് ബ്ലാക്ക് ചെറിയ പോട്ടുകളൊന്നും വരുന്നില്ല കേട്ടോ. ഞാൻ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഉടനെ തന്നെ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാമേ. ബ്ലാക്കും മിനിയേച്ചർ ടൈപ്പും അത് രണ്ടും ഒത്തിരി ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് അത് അവൈലബിൾ അല്ല കേട്ടോ. ഉടനെ തന്നെ സ്റ്റോക്ക് ചെയ്യാമേ. പിന്നെ നമ്മളുടെ ഫൈക്കസ് വെറൈറ്റി ഇത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് ഇത് ഔട്ട്ഡോറിലേക്കാണ് കേട്ടോ സെറ്റ് ചെയ്യേണ്ടത്. ഔട്ട്ഡോറിൽ വെച്ചിട്ട് നല്ല ബുഷിയാക്കി എടുക്കാൻ പാകത്തിന്. പിന്നെ കലാത്തിയ വെറൈറ്റി, കഴിഞ്ഞ ആഴ്ച കാണിച്ച 3 വെറൈറ്റി തന്നെയാണ് ഇപ്പോഴും സ്റ്റോക്ക് ഉള്ളത്. പുതിയ വെറൈറ്റികൾ ഈ പ്രാവശ്യം വന്നിട്ടില്ല. ഇത് നമ്മളുടെ റാറ്റിൽ സ്നേക്കും കലാത്തിയ ക്രിംസണും പിന്നെ കലാത്തിയ ധോത്തി ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റുകളായിരിക്കുമേ. ഇങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ ഓർഡർ ചെയ്തോളൂ. ഇത് 3 പ്ലാന്റും കൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 900 റുപ്പീസിനാണ് കൊടുത്തത്. അത് ഈ ആഴ്ചയിലും അത് തുടരാം. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് മെസ്സേജ് ചെയ്തോളൂ. 900 രൂപ, 3 പ്ലാനിന് 900 രൂപ. ഈ ആഴ്ചയും കൂടെ ഉണ്ടാവുമായിരിക്കുള്ളൂ കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയിൽ ക്യാഷ് തികയാത്തവർ ഈ ആഴ്ച അങ്ങനെയും കൂടെ തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 പേര് അങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ അത് താല്പര്യമുള്ളവർ എന്നോട് ചോദിച്ചവർക്കല്ല കേട്ടോ, എല്ലാവർക്കും തന്നേക്കാം. ഈ ആഴ്ചയും കൂടെ കേട്ടോ. ഈ ആഴ്ചയും കൂടെ ഇത് 3 പ്ലാനിനും കൂടെ 900 റുപ്പീസ് ആയിരിക്കും കേട്ടോ. അതിനുശേഷം റേറ്റ് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾക്ക് ചെമ്മണ്ടോറാപ്പാം. ഇത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ബാമ്പു പാമ്പൊക്കെ കൊണ്ടുവരാറുണ്ടല്ലോ. ഇത് ചെമ്മണ്ടോറ പാമ്പാണ്. ഇങ്ങനെ ഫുൾ പോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പാകത്തിന് നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിന് ഇച്ചിരി ഹൈറ്റ് ഉള്ള വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഹൈറ്റ് വെക്കട്ടെ. ഇങ്ങനെ ഫുൾ പോട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബുഷിയായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇങ്ങനെ വെളിച്ചമുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യണോട്ടെ. വെളിച്ചം കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇവിടുത്തെ കാണിച്ചതിന് ശേഷം ആ അഗ്ലോണിമ ഞാൻ കാണിക്കാമേ. പിന്നെ ഹാങ്ങിങ് പോട്ടിൽ വന്നിരിക്കുന്ന നമ്മളുടെ ഫിലാഡൻഡ്രോൺ ബ്രസീൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. പോട്ട് ഉണ്ടായിരിക്കില്ല കേട്ടോ, പോട്ട് ഞാൻ കാണിച്ചു എന്നുള്ളൂ. പിന്നെ നമ്മുടെ സനഡു ഗോൾഡ് ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ
ഒരു ഇത് മണ്ണിലാണ് പ്രൊപ്പഗേറ്റ് ഇത് വന്നേക്കുന്നത്. ഇത് ഒരു പോട്ടിൽ ജിഫി പോട്ടിലാണ് വന്നേക്കുന്നത്. ഇപ്പം കിട്ടിയേക്കണവർക്കൊക്കെ അറിയാൻ പറ്റും, നന്നായിട്ട് വേരുള്ള പ്ലാന്റുകൾ തന്നെ. ഇത് കണ്ടോ വേരൊക്കെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ജിഫി വെച്ചിട്ട് ജിഫിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് മണ്ണിലേക്ക് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോഴൊക്കെ വിടാനും ഒക്കെ സുഖമായിരിക്കും. ആ ജിഫി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ വേരുകളൊക്കെ താഴത്തേക്ക് ഇങ്ങനെ ആയിട്ട് മണ്ണ് തട്ടിക്കളയാനും പറ്റും. ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ജെയ്ഡിന് നല്ല വെയിറ്റ് ആണ്. ജെയ്ഡ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് കൂടുതൽ സ്റ്റെമ്മുകളാണ് കേട്ടോ ഒരു പോട്ടിൽ വരുന്നത്. 3-4 സ്റ്റെമ്മുകളായിരിക്കും ഒരു പോട്ടിൽ വരുന്നത്. നന്നായിട്ട് വേരുകളൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണ് മാക്സിമം കളഞ്ഞിട്ടാണ്, നല്ല വെയിറ്റാ, അപ്പോൾ മണ്ണ് നമ്മൾ കളഞ്ഞിട്ടായിരിക്കും വിടുക കേട്ടോ. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ കോസ്റ്റസ് സ്പീഷ്യസ് വേരിഗേറ്റർ. ഇത് സ്റ്റോക്കിലുണ്ട്. ഞാൻ കുറച്ച് മാത്രം അങ്ങനെ കാണിച്ച് പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ അഗ്ലോണിമ പ്ലാന്റുകൾ ഇതൊന്ന് മാറ്റിയേക്കട്ടെ. അഗ്ലോണിമ പ്ലാന്റുകൾ നമ്മൾക്ക് കുറച്ചധികം വന്നിട്ടുണ്ട്. ആദ്യത്തെ നമ്മൾ കാണിച്ചത് കുറച്ച് മാത്രം ഇനി അവൈലബിൾ ആണ് കേട്ടോ. ഫുൾ പോട്ട് വന്നിരിക്കുന്നത് ഇത് പിങ്ക് അറോറ എന്ന് പറഞ്ഞിട്ട് ബോർഡർ പിങ്ക് കളറായിട്ട് ഇങ്ങനെ വരുന്ന ഒരു പ്ലാന്റ്. ഇങ്ങനെ ഒരു ഫുൾ പോട്ടിൽ ഇത്രയൊക്കെ ഷൂട്ടുകൾ ഉണ്ടായിരിക്കും കേട്ടോ. എത്ര ഷൂട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു 4 ഷൂട്ടിൽ മുകളിലായിരിക്കും. ഇങ്ങനെയായിരിക്കും പ്ലാന്റ് തന്നെ. അപ്പോൾ താല്പര്യമുള്ളവർ ഇത് കുറച്ച് മാത്രമേ ഇനി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ കുറച്ചെന്ന് പറയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു 10 താഴേക്കാണ് അപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ താല്പര്യമുള്ളവർ. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഡീനിയത്തിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ക്വാണ്ടിറ്റി കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, താല്പര്യമുള്ളവർ പ്ലാന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് അഗ്ലോണിമ വെറൈറ്റി വേഗം കണ്ടുപോകാം. അഗ്ലോണിമ ജയ്പോങ് റെഡ് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്, കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ വരുന്നത്. പിന്നെ സ്റ്റാർഡസ്റ്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ 10 ക്യാരറ്റ് ഈ ഒരു സൈസിൽ. ചിലതിലൊക്കെ ബേബി പ്ലാന്റുകളുണ്ട്, പക്ഷെ എല്ലാത്തിലും ബേബി പ്ലാന്റ് ഇല്ല കേട്ടോ. ഇങ്ങനെ. പിന്നെ ഒരു പുതിയ വെറൈറ്റി വന്നിരിക്കുന്നത് പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വെറൈറ്റി വന്നിരിക്കുന്നതാണ്. ഇത് നല്ല ഭംഗിയുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് വരുന്നതാണ്, നമുക്കെന്നല്ല മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വന്നേക്കുന്ന പ്ലാന്റ് ആണ്. ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ഇലകൾക്ക് ഒരു ചുരുളിച്ച പോലെയൊക്കെയാണ് കേട്ടോ ഇതിനെ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊരു യെല്ലോയും ഒരു ലൈറ്റ് പിങ്കും കൂടെ ചേർന്ന് അടിയിലത്തെ ഇലയിൽ ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ, അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ. നല്ല ഇത്രയും അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞു വന്നാലും ഇത്രയും തന്നെ സൈസ് ഉണ്ട് കേട്ടോ. പക്ഷെ മിക്ക ബോട്ടിലും ബേബി പ്ലാന്റുകളുണ്ട്, മിക്ക ബോട്ടിലും ഉണ്ട്. ഇങ്ങനെ ചിലതിലില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചതിൽ ഇതിലുണ്ട്. ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇതിൽ ബേബി പ്ലാന്റുകൾ നോക്കിക്കോ. അത് കണ്ടോ, ഒത്തിരി ബേബി പ്ലാന്റുകളുണ്ട്. എല്ലാത്തിലും ബേബി പ്ലാന്റ് ഇല്ല. ഇതിൽ കണ്ടോ ഒരു ബേബി പ്ലാന്റ് ഉള്ളൂ. ചിലതിൽ ബേബി പ്ലാന്റ് ഇല്ല കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയുവാണ്. ഇത് ആദ്യം നമ്മൾ വിടുന്നത് ബേബി പ്ലാന്റുകളൊക്കെ ഉള്ളത് തന്നെ ആയിരിക്കും കേട്ടോ വിടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇനി ഒരു പ്ലാന്റും കൂടെ ഉണ്ട് കേട്ടോ. വലിയ അഗ്ലോണിമ വെറൈറ്റി. ഇത് ഒത്തിരി പേർക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് ജൈൻ വെറൈറ്റിയാണ് ഇത് വരുന്നത്. അഗ്ലോണിമ വൈറ്റ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന വെറൈറ്റിയാണ്. ഇങ്ങനെയാണ് കേട്ടോ. ഫുൾ വലിയ പോട്ടിലാണ് വന്നേക്കുന്നത്. അതിൻ്റെ കടഭാഗമൊക്കെ നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് വലിയ പോട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ പോട്ടില്ലാത്തതുകൊണ്ട് മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. ഒരു പോട്ടിൽ 3 ഇതിന് 3 ഷൂട്ടാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെ ഇത് വലിയ ഇല വരും കേട്ടോ. വലിയ ഇല വരും. അതിൻ്റെ ലീഫുകൾ നടുക്കത്തെ ലീഫ് കണ്ടോ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതുപോലെ തന്നെ എല്ലാ ഇലകളും വൈറ്റ് ഷെയ്ഡിലേക്ക് വരും കേട്ടോ. വൈറ്റ് ഏഞ്ചൽ എന്നാണ് പേര്. വലിപ്പം വയ്ക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ. ചില വെറൈറ്റികൾ ഇപ്പോൾ നമുക്ക് വലിപ്പം വെക്കാതെ വരില്ല. റെഡ് വെറൈറ്റികളൊക്കെ ചിലത് വലിപ്പം ഇല്ലാതെയും ചിലത് വലിപ്പം ഉള്ളതായിട്ട് വരില്ല. ഇതിപ്പോൾ നല്ല വലിപ്പം വെക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരു പോട്ടിൽ ഒരെണ്ണമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ ഇത് കണ്ടോ ബേബി പ്ലാന്റുകളൊക്കെ ഇത് വരുന്നുണ്ടോ. ഇലകളൊക്കെ വൈറ്റ് ഷെയ്ഡായിട്ട് വരുന്നുണ്ടോ. ഇങ്ങനെ വൈറ്റ് ഷെയ്ഡായിട്ട് വരും പുതിയ ഇലകൾ വരുന്നത്. എപ്പോഴും ഈ ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകൾ എപ്പോഴും നമുക്ക് അടിഭാഗത്തെ ഇലകൾ, ഏറ്റവും അടിയിലുള്ള ഇലകൾ ഏറ്റവും അടിയിലുള്ള ഇലകൾ പച്ച കളറായിട്ടായിരിക്കും വരുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ പച്ചയാണ് വരുന്നത്. പിന്നെ ഇനി അടിയിൽ പുതിയ ഇലകൾ വരുന്തോറും അതിൻ്റെ കറക്റ്റ് കളറിലേക്ക് വരും. ടിഷ്യൂ കൾച്ചറൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇലകൾ പച്ച കളർ വരുന്നത്. ഇനിയിപ്പോൾ പുതിയ ഇലകൾ വരുമ്പോഴത്തേക്കും അത് ആ വൈറ്റ് നന്നായിട്ട് വരും. ഇതുപോലെ വരും കേട്ടോ.
അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. ഇത് നല്ല വിലയുള്ള വെറൈറ്റിയും കൂടെയാണ്. ഈ ജൈൻ വെറൈറ്റി ആണല്ലോ. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ ഒരു പോട്ടിൽ ഇപ്പോൾ 3-4 അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. വീടിൻ്റെ അകത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പാകത്തിന്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലവരൊക്കെ ഡിഫറെൻറ്റ് ബാക്കി അല്ലാണ്ട് ഇത് അഗ്ലോണിമ വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാണിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പ്ലാന്റുകളൊക്കെ വേഗം തന്നെ കാർട്ടിൽ ആഡ് ചെയ്ത് സെൻഡ് ചെയ്തോളൂ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ കോംബോ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട പ്ലാന്റുകളൊക്കെ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഗിഫ്റ്റ് കൊടുത്ത 5 പേർക്കും ഗിഫ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത 5 പേർക്കും ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുത്തു. എല്ലാവരുടെയും കയ്യിൽ നല്ല സേഫായിട്ട് കിട്ടിയിട്ട് എല്ലാവർക്കും സന്തോഷമായി എന്ന് അറിഞ്ഞതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.